ഓപ്പറേഷൻ ഒക്കെ ആണെങ്കിലും ശാരികയുടെ ആരോഗ്യനിലയിൽ പ്രശ്നമുണ്ട്. ബ്ലഡ് പ്രഷർ കൂട്ടരുത്. മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന വാക്കുകളൊന്നും പറയരുത്. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയുക. കൂടുതൽ സങ്കടപ്പെടുത്തുന്നതും മനസ്സ് തളർത്തുന്നതുമായ ഒരു കാര്യവും പറയരുത്. ഇനി ശാരിക മാനസികമായി തളർന്നാൽ അതൊരു പക്ഷേ ശാരികയുടെ ജീവന് തന്നെ ആപത്തായേക്കാം. ഞാൻ പറഞ്ഞത് ശാലിനിക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ? ഉണ്ട്. ഇപ്പൊ തന്നെ ശാരിക ഒരു അർത്ഥ അബോധാവസ്ഥയിലാണ്. ഞങ്ങൾക്ക് പകുതി കാര്യങ്ങളെ ചെയ്യാൻ പറ്റൂ. ബാക്കി പകുതി നിങ്ങളുടെ കൈകളിലാ. എപ്പോഴും സന്തോഷവതിയായി ഇരുത്തുക. അതിനുള്ള കാര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. ഓക്കെ പ്രിയ, ഞാൻ അതുപോലെ തന്നെ ചെയ്യാം. ഡോക്ടർ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ മോള് നഷ്ടപ്പെട്ട വിവരം ശാരികയെ അറിയിക്കാനേ പറ്റില്ല. അതൊരു വലിയ ഉത്തരവാദിത്വം തന്നെയാ. ഞാൻ എന്തായാലും ചേച്ചി ഒന്ന് കാണട്ടെ. കാണുമ്പോ മോളുടെ കാര്യം ചോദിച്ചാ എന്തെങ്കിലും കള്ളങ്ങൾ പറയണം. ഡോക്ടർ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഇതൊന്നും താങ്ങാനുള്ള കരുത്തൊന്നും ചേച്ചിക്കുണ്ടാവില്ല. സത്യമുള്ളിൽ വെച്ചുകൊണ്ടുള്ള മറ്റൊരു നാടകം, അല്ലാതെ മറ്റ് മാർഗങ്ങളില്ലല്ലോ. ചേച്ചി, നീ മോളെ കൊണ്ടുവന്നില്ലേ? ഓപ്പറേഷൻ കഴിഞ്ഞ് എന്നെ കാണാൻ വരുമ്പോ മോളെ കൊണ്ടുവന്ന് കാണിക്കാന്നല്ലേ നീ പറഞ്ഞ? അതിപ്പം അങ്ങനെ തന്നെയാ പറഞ്ഞത്. പക്ഷെ ഡോക്ടർ പറഞ്ഞു വേണ്ടാന്ന്. കഷ്ടമുണ്ട് ശാലിനി. ഞാൻ അവളെ ഒന്ന് കാണാൻ വേണ്ടി എന്തുമാത്രം കൊതിച്ചിരിക്കുകയാണെന്നറിയോ? ഇതിപ്പോ എനിക്കറിയാം ചേച്ചി. പക്ഷെ ഡോക്ടർ അങ്ങനെ പറയുമ്പോ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? ഒരു തരത്തിലുള്ള സങ്കടവും ശാരികയ്ക്ക് ഇപ്പൊ ഉണ്ടാവരുത്. അവര് അത്രയധികം കെയർ ചെയ്താ നോക്കുന്നെ. മോളെ കാണുമ്പോ സങ്കടമല്ലല്ലോ ഉണ്ടാവുക, സന്തോഷമല്ലേ? അത് മോളെ എടുക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള സങ്കടം ചേച്ചിക്ക് ഉണ്ടാവില്ലേ? അതുകൊണ്ടാ ഡോക്ടർ പറഞ്ഞത് ചേച്ചിക്ക് സുഖമായിട്ട് മോളെ എടുത്ത് ലാളിക്കാൻ പറ്റുന്ന സമയത്ത് കുഞ്ഞിനെ കാണിച്ചാൽ മതിയെന്ന്. അതെപ്പോഴാ? ഞാൻ ചാവുമ്പോഴോ? എന്റെ ജീവിതം ഈ ഹോസ്പിറ്റൽ ബെഡിൽ തന്നെ ആവുന്ന എനിക്ക് തോന്നുന്നത്. എനിക്ക് എല്ലാവരും നഷ്ടപ്പെടും. എന്റെ മോളും എന്നെ വിട്ടു പോവും. അങ്ങനത്തെ ഒരു ജന്മം എന്റേത്. വെറും ശാപിക്കപ്പെട്ടൊരു ജന്മം. അങ്ങനെയൊന്നും പറയാതെ ചേച്ചി. ഞങ്ങളൊക്കെ ഈ കഷ്ടപ്പെടുന്നത് എന്തിനാ? ചേച്ചി സുഖമായി നല്ലൊരു ജീവിതം നയിക്കുന്നത് കാണാൻ വേണ്ടിയല്ലേ? നോക്ക്, എല്ലാം ശരിയാവും. പ്രാർത്ഥിക്കാം. ഇത്രയും നാളും നമ്മളെ നോക്കിയ സർവേശ്വരന് അത്ര പെട്ടെന്നൊന്നും നമ്മളെ കൈവിടാനാവില്ല. അടുത്ത ദിവസമെങ്കിലും എനിക്ക് എന്റെ കുഞ്ഞിനെ ഒന്ന് കാണാൻ പറ്റുമോ? ഇതിപ്പം ഒരു ഹോസ്പിറ്റലല്ലേ, ഒരുപാട് പേഷ്യൻസ് വന്നു പോകുന്നതാ. കുഞ്ഞിന് വല്ല ഇൻഫെക്ഷനും വന്നോ? ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്ത് കിട്ടിയ കുഞ്ഞല്ലേ. അതുകൊണ്ട് ഞാൻ ഇതിനിങ്ങനെ ഒരു തടസ്സം നിൽക്കുന്ന. എനിക്കൊന്ന് കണ്ടാൽ മാത്രം മതി, അപ്പൊ തന്നെ കൊണ്ടുപോയിക്കോ. എന്താ നീയൊന്നും പറയാത്തെ?